റെയ്ഡ്കോ സംരക്ഷണ സമിതി എന്ന പേരിലാണ് ഞങ്ങൾ ഇന്ന് പത്രക്കാരെ കാണാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം നാളെ 6-ാം തീയതി മുതൽ റെയ്ഡ്കോയുടെ ഹെഡ് ഓഫീസിന് മുമ്പിൽ, റെയ്ഡ്കോ ടവറിന് മുമ്പിൽ 2 യൂണിയനുകളുടെയും സംയുക്ത യൂണിയനായ റെയ്ഡ്കോ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 36 മണിക്കൂർ രാപ്പകൽ സമരം നടക്കുകയാണ്. ഈ രാപ്പകൽ സമരത്തിലേക്ക് ഞങ്ങളെ നയിച്ച കാരണം റെയ്ഡ്കോയുടെ ഭരണസമിതിയുടെ പിടിപ്പുകേട് കൊണ്ട് ഈ സ്ഥാപനം പൂർണ്ണമായി തകരുകയും 135 കോടി നഷ്ടത്തിലെത്തി കേരളത്തിലെ ബ്രാഞ്ചുകൾ ഒന്നൊന്നായി പൂട്ടി റെയ്ഡ്കോ രജിസ്റ്റർ ചെയ്യുമ്പോഴുണ്ടായ രജിസ്ട്രേഡ് ഹെഡ് ഓഫീസായ കണ്ണൂർ തളാപ്പിലെ റെയ്ഡ്കോ ടവറും അടച്ചുപൂട്ടാനുള്ള സർക്കുലറിലൂടെ വാക്കാലുള്ള നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും റെയ്ഡ്കോ ഇല്ലാതാക്കുന്ന ഒരു നടപടിയിലേക്ക് പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് റെയ്ഡ്കോയിലെ ജീവനക്കാർ സന്നദ്ധരാകേണ്ടി വന്നത്. പ്രിയപ്പെട്ട ദിവംഗതനായ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിട്ടുള്ള നമ്മുടെ PM കുഞ്ഞിരാമൻ നമ്പ്യാർ അവരുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. അന്നത്തെ അതിപ്രഗത്ഭരായ PP അപ്പക്കുട്ടിയെ പോലുള്ള ആളുകൾ അന്ന് ഭരണ സമിതിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് കണ്ണൂരിൻ്റെ നഗരസഭാ ചെയർമാൻ കൂടിയായിട്ടുള്ള PP ലക്ഷ്മണൻ മുതൽ CPM-ന്റെ പ്രിയപ്പെട്ട നേതാവ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ P ശശി ഉൾപ്പെടെ പ്രഗത്ഭരായ ആളുകൾ നേതൃത്വം കൊടുത്ത ഒരു സഹകരണ സംഘമാണ്. കേരളത്തിലെ നോൺ ക്രെഡിറ്റ് മേഖലയിൽ സഹകരണ സംഘത്തെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പേപ്പർ പഠന വിഷയമായിട്ടുള്ള ഫെഡറൽ സംഘമാണ് റെയ്ഡ്കോ കേരള ലിമിറ്റഡ്. ആ സ്ഥാപനം 1972 മുതൽ പടിപടിയായി കേരളത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും നല്ല സഹകരണ മേഖലയിലെ പ്രസ്ഥാനമായി വളർത്തിയെടുക്കുന്നതിന് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ സ്ഥാപനം 2000-ലെത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥാപനമായി ലാഭവിഹിതം കൊടുക്കുന്ന ജീവനക്കാർക്ക് എസ്ഗ്രേഷ്യ ഉൾപ്പെടെയുള്ള ബോണസ് 20 ദിവസത്തെ ബോണസ് കൊടുത്ത ഒരു സഹകരണ സ്ഥാപനമാണ്. മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ പലതും നഷ്ടത്തിൽ പോകുമ്പോഴും ഏറ്റവും വലിയ ലാഭത്തിൽ പ്രവർത്തിച്ച സഹകരണ സംഘമായിരുന്നു 2000 വരെ ഈ റെയ്ഡ്കോ കേരള ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം. ഇതിന് ശേഷമാണ് റെയ്ഡ്കോ എന്ന് പറയുന്ന ഈ സഹകരണ സ്ഥാപനം തകർച്ചയുടെ വക്കിലേക്ക് പോയത്. സ്ഥാപനത്തിലെ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രം ഇതിന്റെ തകർച്ചയുടെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായി നമ്മൾ ആരംഭിച്ച കറി പൗഡർ ഫാക്ടറിയാണ്. ആ കറി പൗഡർ ഫാക്ടറി ആരംഭിക്കുമ്പോൾ ട്രേഡിംഗ് മേഖലയിൽ നിന്ന് ആ വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ട 20 കോടി രൂപ, അതുപോലെ തന്നെ അതിനുശേഷം റിനുവേഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ആ കറി പൗഡർ മേഖലയിലേക്ക് ട്രേഡിംഗ് മേഖലയിൽ നിന്ന് വീണ്ടും കോടികൾ പോയപ്പോൾ 38 കോടിയോളം രൂപ ട്രേഡിംഗ് മേഖലയിൽ നിന്നും മാത്രമായി ഈ കറി പൗഡർ ഫാക്ടറി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുകയുണ്ടായി. ആ സ്ഥാപനം അത്തരത്തിൽ അതിന് ചെലവഴിച്ചിട്ടും 2019 വരെ മേൽസ്ഥാപനം കറി പൗഡർ ഫാക്ടറി, ആ സ്ഥാപനവും നഷ്ടത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വീണ്ടും കറി പൗഡർ ഫാക്ടറിയിലേക്ക് കൂടുതൽ തുക ഈ ട്രേഡിംഗ് മേഖലയിൽ നിന്ന് അതിൻ്റെ റിനോവേഷൻ വർക്കിനും അതുപോലെ തന്നെ പുതുതായി രൂപീകരിച്ച, നേരത്തെ ഫാമിലി കറി പൗഡർ എന്ന പേരിലാണ് സ്ഥാപനം ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് റെയ്ഡ്കോ കറി പൗഡർ എന്ന രീതിയിൽ അത് മാറ്റി അതിലൂടെ കോടികൾ ഇവിടെ നിന്ന് ട്രേഡിംഗ് മേഖലയിൽ നിന്ന് അങ്ങോട്ട് മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ട്രേഡിംഗ് മേഖലയിൽ നിന്ന് പൂർണ്ണമായും പണം ഉപയോഗിച്ച് അന്ന് ഇതിൽ നിന്ന് പണമെടുക്കുമ്പോൾ അന്നത്തെ ചെയർമാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ചുകൂടി നഷ്ടത്തിലേക്ക് പോകുന്ന ട്രേഡിംഗ് മേഖല, ആ ട്രേഡിംഗ് മേഖലയെ ഇനി നമ്മുടെ സാധ്യതകൾ കറി പൗഡർ ഫാക്ടറിയാണ്, അതുകൊണ്ട് കറി പൗഡറിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഇതിൽ നിന്ന് തുക എടുത്താൽ, ഈ തുക കൊണ്ട് അവിടെ വിനിയോഗിച്ചാൽ അവിടെ കുറച്ചുകൂടി 2019 വരെ നഷ്ടത്തിൽ പോയെങ്കിലും 2019 കോവിഡിനെ തുടർന്ന് നമ്മുടെ സ്ഥാപനത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ വിതരണം ചെയ്യുന്ന കിറ്റുകളുടെ വലിയ തോതിലുള്ള ഓർഡറുകൾ ലഭിച്ചതിന്റെ ഫലമായിട്ട്
2019 മുതൽ ആ സ്ഥാപനം 2020 മുതൽ സ്ഥാപനം കുറച്ചുകൂടി ലാഭത്തിലേക്ക് പോവുകയുണ്ടായി. എന്നാൽ ഈ ട്രേഡിംഗ് മേഖലയിൽ നിന്ന് ആ സ്ഥാപനം ലാഭത്തിലേക്ക് വന്നപ്പോൾ ട്രേഡിംഗ് മേഖലയിൽ നിന്ന് എടുത്ത 38 കോടി രൂപ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ ട്രേഡിംഗ് മേഖലയിൽ നിന്ന് അങ്ങോട്ട് പോയ 38 കോടി രൂപയുടെ പ്രതിവർഷമുള്ള എല്ലാ നഷ്ടവും ട്രേഡിംഗ് മേഖല മാത്രം വഹിക്കേണ്ടുന്ന സാഹചര്യവും നിലവിലുണ്ടായി. അങ്ങനെ ഗ്രാജ്വലായി ഈ ട്രേഡിംഗ് മേഖല പൂർണ്ണമായും തകരുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കറി പൗഡർ മാത്രമല്ല, അതിനുശേഷം യാതൊരു കൂടിയാലോചനയും ടെക്നിക്കൽ സാങ്കേതിക വിദഗ്ധരില്ലാത്ത ഒരു സ്ഥാപനത്തിനകത്ത് റെയ്ഡ്കോ റിന്യൂവബിൾ എന്ന പേരിൽ സോളാർ പാർക്കുകളല്ല, പരപ്പറ സോളാർ പദ്ധതി റെയ്ഡ്കോ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഒരു വശവും പഠിക്കാതെ, ഇതിനെക്കുറിച്ച് മാനേജ്മെന്റ് ജീവനക്കാരുടെ അന്നത്തെ എതിർപ്പ് പോലും പരിഗണിക്കാതെ, ജീവനക്കാർ അന്നു മുതൽ പറയുന്നുണ്ട് ഈ സ്ഥാപനം ഇങ്ങനെ കൊണ്ടുപോയാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും ഞങ്ങൾ അന്നു മുതൽ പറയുന്നതാണ്. പക്ഷെ ജീവനക്കാരെ കേൾക്കാനോ തൊഴിലാളികളെ കേൾക്കാനോ തയ്യാറാകാതെ അന്ന് ഈ പറയുന്ന മേഖലയിലേക്ക്, സോളാർ മേഖലയിലേക്കും കോടിക്കണക്കിന് രൂപ ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രേഡിംഗ് മേഖലയിൽ നിന്ന് ആ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കൺസൾട്ടൻസി കരാറായിരുന്നു റെയ്ഡ്കോവിന് നൽകിയത്. സ്വാഭാവികമായും കൺസൾട്ടൻസി കരാറ് റെയ്ഡ്കോവിന് നൽകി. റെയ്ഡ്കോവിന് ആ സംവിധാനം കൊടുക്കാൻ നിലവിൽ സാങ്കേതിക വിദഗ്ധരില്ല എന്നിരിക്കെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ ആ പരിപാടി ഏൽപ്പിച്ച് അവരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി കടലാസുകൾ വാങ്ങി കൊടുക്കാമെന്ന ധാരണയിലാണ്. പക്ഷേ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ഇതൊക്കെ സബ്മിറ്റ് ചെയ്തെങ്കിലും ഇന്നുവരെ ആ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൺസൾട്ടൻസി ഇനത്തിൽ ലഭിക്കേണ്ടുന്ന തുകയും മേടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതിലും കോടിക്കണക്കിന് രൂപ, 1 കോടിയോളം രൂപ അതിലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ കഞ്ചിക്കോട് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട വിഷയം. കഞ്ചിക്കോട് ഫാക്ടറി ഇപ്പോൾ പൂർണ്ണമായും അടച്ചുപൂട്ടി. കഞ്ചിക്കോട് ഫാക്ടറി അടച്ചുപൂട്ടുന്നതിന് മുമ്പ് അവിടെ 40 ലക്ഷത്തോളം രൂപ ചെലവാക്കി പുതിയ ബിൽഡിങ്ങുകൾ പണിതു. കേരളത്തിലെ പമ്പ് സെറ്റ് നിർമ്മാണ മേഖലയിൽ റെയ്ഡ്കോയെ കവച്ചു വെക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ രൂപീകരിച്ച സ്ഥാപിച്ച സ്ഥാപനമാണ്. കിർലോസ്കർ ലിമിറ്റഡ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് റെയ്ഡ്കോ ആ സ്ഥാപനം നടത്തിയത്. അത് ഗവൺമെന്റിൽ നിന്ന് ലീസിനെടുത്ത ഭൂമിയിലാണ് നമ്മൾ ആ പദ്ധതി ആവിഷ്കരിച്ചത്. 1000-ഓളം സ്ക്വയർ ഫീറ്റ് അല്ലെ, 10,000-ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വലിയ ഒരു ഫാക്ടറി അവിടെയുണ്ട്. പക്ഷേ മാനേജ്മെന്റ് ഒരു പഠനവും നടത്താതെ ആ ലീസിനെടുത്ത ഭൂമി മറിച്ച് ലീസിന് കൊടുക്കാനുള്ള ശ്രമം നടത്തി. ഒരു ഗവൺമെന്റിൽ നിന്ന് ലീസിനെടുത്ത ഭൂമി സബ് ലീസ് കൊടുക്കാൻ കഴിയില്ല എന്ന പഠനം പോലും നടത്താതെ സ്ക്രാപ്പ് വിലക്ക് തൂക്കിവിറ്റ് ആ സ്ഥാപനം പൂട്ടിയതിന് ശേഷമാണ് സബ് ലീസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോഴാണ് യഥാർത്ഥം മാനേജ്മെന്റ് മനസ്സിലായത് ഇത് സബ് ലീസ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന്. അതുപോലെ കറി പൗഡർ ഫാക്ടറി, പാലക്കാട് പമ്പ് സെറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റും അടച്ചുപൂട്ടി. ഓരോ മേഖലയിലും ഈ ഗവൺമെന്റ് ഈ ബോർഡ് സ്വീകരിച്ചിട്ടുള്ള തത്വദീക്ഷയില്ലാത്ത, പഠിക്കാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രയും വലിയ നഷ്ടത്തിലേക്ക് പോയത്. ഇത്രയും വലിയ നഷ്ടത്തിലേക്ക് പോയപ്പോഴും മാനേജ്മെന്റ് പലപ്പോഴും പത്രക്കാരെയും മീഡിയകളെയും കണ്ട് പറയുന്നത് ഇതിനൊക്കെ ഉത്തരവാദി കേരളത്തിലെ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ എന്ന നിലയിലാണ് പ്രചാരണ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ തന്നെയാണ് 250 ജീവനക്കാരുണ്ടായ ഒരു സ്ഥാപനമാണിത്. 250 ജീവനക്കാർ. ആ 250 ജീവനക്കാരുണ്ടായി. ഇപ്പോഴീ മാനേജ്മെന്റിന്റെ തലതിരിഞ്ഞ നയം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിനകത്ത് ട്രേഡിംഗ് മേഖലയിൽ ഇപ്പോൾ 76 ജീവനക്കാർ മാത്രമാണുള്ളത്. ഈ 76 ജീവനക്കാരെ വെച്ച് ഇതുവരെ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ടാർഗറ്റ്, ഞങ്ങൾക്ക് 100 കോടിക്കപ്പുറത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് അവിടെ ഈ 76 പേർക്ക് 200 കോടിയുടെ ടാർഗറ്റ് നിശ്ചയിച്ച് നൽകി. ആ ടാർഗറ്റ് നിശ്ചയിച്ച് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവർക്ക് ശമ്പളം എന്ന നിലയിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ രീതിയിലുള്ള ടാർഗറ്റ് നിശ്ചയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കൊല്ലത്തും കോട്ടയത്തുമുള്ള ഒരു ജീവനക്കാരന് 5-6 കോടി രൂപയാണ് ടാർഗറ്റ്. ഒരു സഹകരണ സംഘത്തിനകത്ത് ഒരു ജീവനക്കാരനും 5-6 കോടി രൂപ ബിസിനസ് ടാർഗറ്റ് നിശ്ചയിച്ച് ആ ടാർഗറ്റിലേക്ക് എത്തിയെങ്കിൽ മാത്രം ശമ്പളം എന്ന് പറയുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റായി ഈ സ്ഥാപനം മാറുകയാണ്. അതുകൊണ്ട് തന്നെ
കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം ട്രേഡിംഗ് മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഈ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. അതിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് മേഖലയിലുള്ള 38 കോടി രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ കറി പൗഡർ ഫാക്ടറിയിലെ ജീവനക്കാർക്ക് ഈ പറയുന്ന ശമ്പളം കൃത്യമായി കൊടുക്കുന്നു എന്ന് മാത്രമല്ല ബോണസും കൊടുത്തിട്ടുണ്ട്, എക്സ്ഗ്രേഷ്യയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ അലവൻസും കൊടുത്തിട്ടുണ്ട്. ബോർഡിനും സാധിക്കില്ല. ബോണസ് എന്ന് പറയുന്നത് നഷ്ടത്തിലോടുന്ന എല്ലാ സ്ഥാപനങ്ങൾക്ക്, അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾക്ക് പോലും കൊടുക്കണമെന്നാണ് കേരള ഗവൺമെന്റിന്റെയും കോടതിയുടെയും ഉത്തരവ്. പക്ഷെ അതുപോലും നടപ്പാക്കാൻ ഈ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. ട്രേഡിംഗ് മേഖലയിലെ ജീവനക്കാർക്ക് ബോണസിന്റെ പകുതി മാത്രം കൊടുത്ത് നിർത്തിയ സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ജീവനക്കാർക്ക് കിട്ടുന്ന മെഡിക്കൽ അലവൻസ്, ഒരു ജീവനക്കാരന് ഒരു വർഷത്തേക്ക് ലഭിക്കുന്ന മെഡിക്കൽ അലവൻസ് അടച്ചുപൂട്ടിയ ഫാക്ടറിയിലും, അത് സ്വകാര്യ മേഖലയിൽ അടച്ചുപൂട്ടിയ ഫാക്ടറിയിൽ പോലും മെഡിക്കൽ അലവൻസ് കൊടുക്കണമെന്നാണ്. പക്ഷെ ആ മെഡിക്കൽ അലവൻസും ഈ ബോർഡ് ഇന്ന് വരെ കൈമാറാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സ്ഥാപനത്തിനകത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി പിരിഞ്ഞുപോയ ജീവനക്കാർക്ക് PF പെൻഷൻ ലഭിക്കുന്നില്ല. PF പെൻഷൻ ലഭിക്കാത്തതിന്റെ അടിസ്ഥാന കാരണം PF എംപ്ലോയറും എംപ്ലോയിയും അവരുടെ വിഹിതം അടക്കണം എന്നുള്ളതാണ്. എംപ്ലോയി ജീവനക്കാരാണ്, എംപ്ലോയർ റെയ്ഡ്കോയാണ്. PF പണം അടക്കാതിരുന്നാൽ അതിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഫൈൻ എന്ന് പറയുന്നത് 36% ഫൈൻ അടക്കണം. അപ്പൊ ഞങ്ങളുടെ PF വിഹിതം അടച്ചില്ല എന്ന് മാത്രമല്ല, സ്ഥാപനം 36% ഫൈനും അടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ 5 വർഷത്തിനപ്പുറം പിരിഞ്ഞുപോയ PF പെൻഷൻ എല്ലാവർക്കും അറിയാം. ഏറ്റവും ചെറിയ പെൻഷൻ വാങ്ങുന്നതാണ് PF. 2000, 3000 മുതൽ 10,000 വരെയുള്ള ചെറിയ തുക പെൻഷൻ വാങ്ങുന്ന 10-30 വർഷം സർവീസിലിരുന്ന് പിരിഞ്ഞുപോയ ജീവനക്കാർക്ക് ആ പെൻഷൻ നിഷേധിക്കുന്ന സമീപനമുണ്ടായി. ഈ PF വിഹിതം അടക്കാത്തത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ജീവനക്കാർക്ക് പെൻഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. PF അതുപോലെ തന്നെ ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാണ് LIC അടക്കുന്നത്. ആ LIC അടക്കാത്തത് കഴിഞ്ഞ 9 മാസത്തോളമായി LIC ഈ നമ്മളിൽ നിന്ന് കട്ട് ചെയ്ത് അടക്കേണ്ടുന്ന LIC ഇതുവരെ പിടിച്ചെങ്കിലും അടച്ചു തീർത്തിട്ടില്ല. അതുകൊണ്ടുണ്ടായ സാഹചര്യം വെച്ചാൽ ഈ പറയുന്ന ജീവനക്കാരുടെ മുഴുവൻ LIC പ്രീമിയം ലാപ്സായി പോകുന്ന സാഹചര്യം ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ജീവനക്കാർ അരക്ഷിതാവസ്ഥയിൽ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീം, അതിലേക്ക് ഈ സ്ഥാപനം ഞങ്ങളിൽ നിന്ന് പിടിച്ച തുക സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിലേക്ക് അടക്കാതെ വരുമ്പോൾ ജീവനക്കാരന് അത്യാഹിതം വന്നാൽ, ജീവനക്കാരനൊരു അപകടം വന്നാൽ, ജീവനക്കാരൻ മരിച്ചുപോയാൽ കിട്ടുന്ന തുക പോലും ഈ ബോർഡിന്റെ കെടുകാര്യസ്ഥത കൊണ്ട്, ബോർഡിന്റെ സമീപനം കൊണ്ട് ജീവനക്കാർക്കും കുടുംബത്തിനും ലഭിക്കാത്ത സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. ഈ സമരം ഒന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ സൂചനാ സമരം 3 തവണയായി ഞങ്ങൾ സൂചനാ സമരം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഒക്ടോബർ 31 ഹെഡ് ഓഫീസ് പഠിക്കൽ ഞങ്ങൾ സമരം നടത്തി. അതുപോലെ തന്നെ നവംബർ 13 JR ഓഫീസിൽ ഞങ്ങൾ ധർണ നടത്തി. അങ്ങനെ നിരന്തരമായി സംസ്ഥാന ഗവൺമെന്റിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ വിഷയം വെച്ച് ഞങ്ങൾ ഈ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു കാര്യവും കൂടിയുണ്ട്. ഈ സമരത്തിന് ഈ മാനേജ്മെന്റിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രബലമായ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള CPM ആണ്. ആ CPM കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ആ സ്ഥാപനം ഇതുപോലെയുള്ളൊരു കുത്തഴിഞ്ഞ നിലയിലേക്ക് പോകുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളുടെ ഈ യൂണിയനുകളിൽ CPM ചേർന്ന് പ്രവർത്തിച്ച് പോകുന്ന CIT യൂണിയൻ കൂടിയുണ്ട്. അപ്പോ ഈ ഇതിലെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പാർട്ടിയും ഗവൺമെന്റും കൂടി തയ്യാറാകണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഞങ്ങൾക്കുണ്ട്. ഇത്രയേറെ നഷ്ടത്തിൽ പോകുമ്പോഴും ഈ സ്ഥാപനത്തിനകത്ത് ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ സ്ഥാപനത്തിലെ മറ്റ് ചെലവുകൾക്ക് യാതൊരു കുറവുമില്ല. കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സഹകരണ സംഘത്തിന്റെ ചെയർമാൻ, സംസ്ഥാന ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘത്തിന്റെ ചെയർമാൻ ആ സ്ഥാപനത്തിലെ വാഹനത്തിന്റെ ഡ്രൈവറോട് പറഞ്ഞൊരു കഥ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഡ്രൈവറോട് ചോദിച്ചു, നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നില്ലേ? 2 മാസത്തെ ശമ്പളം പെൻഡിങ് ആയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇനി മുതൽ നീ വണ്ടി ഓടിക്കണ്ട, ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നില്ല,
നിങ്ങൾ ശമ്പളം കിട്ടിയിട്ട് ഈ വണ്ടി എന്നെ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞ് അന്ന് മുതൽ ബസ്സിന് പോകുന്ന ഒരു ചെയർമാൻ ഈ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘത്തിന്റെ ചെയർമാനായിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങളോട് ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു ചെലവ് ചുരുക്കലും ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല. ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം നടന്നത് 2009-ലാണ്. ശമ്പള പരിഷ്കരണം നടന്ന നിങ്ങളൊക്കെ പത്രക്കാരാണ്, നിങ്ങൾക്ക് ശമ്പള സ്കെയിലും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. 2009 നടന്ന ശമ്പള പരിഷ്കരണം അതിൽ തന്നെ DA തരാതെ, കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഒരു DAയും തരാതെ ജീവിതം തള്ളി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളെങ്കിലും ബോർഡ് 2024 പരിഷ്കരിച്ച സഹകരണ സംഘങ്ങളിൽ ഓണറേറിയം പുതുക്കി നിശ്ചയിച്ചത്. ആ ഓണറേറിയമാണ് ബോർഡ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വൈരുദ്ധ്യമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ഈ സ്ഥാപനത്തിനെതിരെ നിൽക്കുന്നത് ബോർഡാണ്. ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഒരു തവണ പോലും യൂണിയനുകളുമായി വിളിച്ച് സംസാരിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ ചർച്ചക്കോ ഈ ബോർഡ് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഇത്രയും വലിയൊരു സ്ഥാപനം പ്രതിസന്ധി നേരിടുമ്പോൾ ഈ പ്രതിസന്ധിയെ മുറിച്ച് കടക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി ഈ ബോർഡ് നിർദ്ദേശിക്കുന്നതേയില്ല. ബോർഡ് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ട്, നിങ്ങൾ പണിയെടുത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്ഥാപനം തകർന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഫണ്ട് ഫ്ലോ ഇല്ല എന്ന് നമ്മുടെ ട്രേഡിംഗ് മേഖലയിലുള്ള തുക മറുഭാഗത്തേക്ക് പോയപ്പോൾ ആ കമ്പനികൾക്ക് സാധനം സപ്ലൈ ചെയ്തവർക്ക് തിരിച്ച് തുക കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ ബിസിനസ് ട്രേഡിംഗ് മേഖലയിൽ നിന്ന് പോകുന്നത്. ആ ഒരു സാഹചര്യം കണക്കാക്കാനോ പരിശോധിക്കാനോ ഇടപെടാനോ ഇപ്പോൾ തയ്യാറാകുന്നില്ല. സ്ഥാപനം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ്. അതിന്റെ ചെറിയ ഉദാഹരണം 2014 വരെ ഉണ്ടായിരുന്ന നഷ്ടമെന്ന് പറയുന്നത് 21 കോടി രൂപയാണ്. 2000 ലാഭമുണ്ടായ സംഘം 2014 എത്തുമ്പോൾ ശ്രീ പൽസൻ പനോളി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോഴുണ്ടായ ഇത് 21 കോടിയാണെങ്കിൽ 27 സഞ്ചിത നഷ്ടം 20 കോടിയിൽ നിന്ന് അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ 27.81 കോടിയാണെങ്കിൽ അദ്ദേഹം സ്ഥാനമൊഴിയുമ്പോൾ 106 കോടി രൂപയായി വർദ്ധിച്ചു. ാണ് ഒരു ചെയർമാന്റെ കീഴിൽ മാത്രം ഇവിടെ നഷ്ടമുണ്ടായത്. അതിനു മുമ്പ് മൊത്തം വർഷം എടുത്ത് പരിശോധിച്ച 21 കോടി രൂപയുടെ ഉള്ളൂ. 23 പുതിയ ചെയർമാൻ വന്നത് ശേഷം 3 വർഷം കൊണ്ട് 106 കോടിയിൽ നിന്ന് 135 കോടിയിലേക്ക് കുതിച്ചു. ഇതിനൊക്കെ പരിഹാരം ഈ ബോർഡ് കണ്ടത് ഈ നമ്മുടെയൊക്കെ ഞങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം, CPM പോലുള്ള ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്ന ഒരു ബോർഡ് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിൽ പോയാൽ അത് അടച്ചുപൂട്ടുക എന്നുള്ളത് നയമായി സ്വീകരിച്ച ഒരു പാർട്ടിയോ ഗവൺമെന്റോ അല്ല കേരളത്തിലുള്ളത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇവിടെ നഷ്ടത്തിൽ ഓടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ 42 ബ്രാഞ്ച് ഉണ്ടായിരുന്ന റെയ്ഡ്കോയുടെ 14 ബ്രാഞ്ചുകൾ ഒഴിച്ച് ഹെഡ് ഓഫീസും അടച്ചുപൂട്ടുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സമരം, നാളെ ആരംഭിക്കുന്ന സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തെ നല്ല നിലയിൽ നയിച്ച് 2000 നല്ല ലാഭത്തിലേക്ക് കൊണ്ടുവന്ന മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് MC ജോസാണ്. അദ്ദേഹം പൊതുരംഗത്ത് വിട്ടുനിൽക്കുന്ന ഒരാളാണ്. 70 വയസ്സിന് ശേഷം പൊതുരംഗത്ത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ നിന്നുപോലും മാറി നിൽക്കുന്ന വ്യക്തിയാണ്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നാളെ രാവിലെ 10 മണിക്ക് ഹെഡ് ഓഫീസിന്റെ പടിക്കൽ ഞങ്ങളുടെ ഈ ഉപവാസ സമരം, രാപ്പകൽ സമരം, 36 മണിക്കൂർ ഉപവാസ സമരം, പഞ്ചായത്ത്, ബോർഡ്, കോർപ്പറേഷനുകൾ, നമ്മുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്ത് പോലെയുള്ള ഗവൺമെന്റ് ഏജൻസികളാണ്. അത് കാലാവധിക്ക് ശേഷം മാത്രമേ കിട്ടൂ. അത് ടൈഡ് ഫണ്ട് ഉണ്ട്, കേന്ദ്ര ഫണ്ട് ഉണ്ട്, അങ്ങനെയുള്ള ഫണ്ടുകൾ, പിന്നെ ട്രഷറിയിൽ നിന്ന് ഉണ്ടാകുന്ന ബാനുകൾ, അതുമായി ഇപ്പൊ 5 ലക്ഷത്തിന് മുകളിൽ കിട്ടുന്നില്ല. ഇപ്പൊ 5 ലക്ഷം തന്നെ കിട്ടുന്നില്ല. അപ്പൊ ആ നിബന്ധനകൾക്കനുസരിച്ച് വരും. പിന്നെ ആകെ ട്രേഡിംഗ് മേഖലയിലുള്ളത് 17 കോടിയാണ് ട്രേഡിംഗ് മേഖലയിൽ കിട്ടാനുള്ളത്. അതിൽ തന്നെ ഈ സാധനങ്ങളുടെ സപ്ലൈ ഇപ്പോ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മളെ റിംഗ് കമ്പോസ്റ്റ് പോലെയുള്ള മാലിന്യ സംസ്കരണത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ. ആ മാലിന്യ സംസ്കരണത്തിൽ സാധനം സപ്ലൈ ചെയ്യുന്നതിന് അനുസരിച്ച് മാത്രമേ നമുക്ക് തുക കിട്ടൂ.
പിന്നെ ഞങ്ങൾക്ക് കുറെ നിർദ്ദേശങ്ങളൊക്കെ വെക്കാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് 2,000 കോടി റുപ്യന്റെ ഈ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ നിങ്ങളുടെ ഈ പ്രശ്നം പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ആ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. രാഷ്ട്രീയം ഇല്ല ഇത്. നമ്മളിപ്പോഴേ ഈ ബോർഡിന്റെ മുമ്പാകെ തന്നെ കഴിഞ്ഞ ജനുവരി മാസം ലാസ്റ്റ് 30-ാം തീയതി ഒരു ശില്പശാല നടത്തിയിട്ട് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റിന് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഈ ബോർഡ് അതൊക്കെ മാറ്റി നിർത്തി അങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുക്കാനോ ഒന്നും തയ്യാറല്ല. ട്രേഡ് യൂണിയൻ ഈ പറയുന്നത് കേൾക്കാനല്ല ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന രൂപത്തിലേക്കാണ് അവരുള്ളത്. അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഈ സമയം. അല്ല, എന്റെ ചോദ്യം, ഒരു ഭരണമാറ്റം ഉണ്ടായാൽ നിങ്ങൾക്കൊരു സംരക്ഷണ സമിതിക്ക് ഒരു പ്രതീക്ഷയുണ്ടോ? ഒരു സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ അതിൽ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ ഈ സംരക്ഷണ സമിതിക്ക് നിങ്ങൾക്ക് മൊത്തം ഉണ്ടോ? ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ CPM-ആയിട്ട് തന്നെ ഇതുണ്ട്. ഈ ഞങ്ങളുടെ സമരത്തിനോട് നിലവിലുള്ള CPM-ന്റെ സംസ്ഥാന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ബാങ്കിനോ സഹകരണ ക്രെഡിറ്റ് സംഘങ്ങൾക്ക് ടാർഗറ്റ് കൊടുക്കുന്ന പോലെയല്ല. ഈ നമ്മുടേത് ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫണ്ടാണ്. നമുക്കുണ്ടായ നഷ്ടം ബിസിനസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന നഷ്ടമല്ല, സഞ്ചിത നഷ്ടത്തിന്റെ അതുപോലെ തന്നെ ബോറോയിങ്സിന്റെ 50 കോടിയോളം രൂപ FD ഉണ്ട്. FDക്ക് 9% ഇൻട്രസ്റ്റ് ആണ്. എത്ര ബിസിനസ് ചെയ്താലും നഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 16 കോടി രൂപ ക്യാഷ് ക്രെഡിറ്റിനുള്ള ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ നഷ്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കൊടുക്കാനുള്ള ഇതിന്റെ FDയുടെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റിന്റെ ഇൻട്രസ്റ്റും ആണ്. അതിനൊരു പലിശ കുറഞ്ഞ ഒരു ഫണ്ട് ലഭ്യമാക്കി ടാർഗറ്റിന് പറയുമ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള മാനേജ്മെന്റ് തലത്തിൽ ചെയ്യേണ്ട പോളിസി ഉണ്ടാക്കുന്നില്ല. പോളിസി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല. സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നില്ല. ഇതൊക്കെ ജീവനക്കാർക്ക് വേണമെങ്കിൽ നടത്തിക്കോട്ടെ എന്ന നിലപാടാണ്. മാനേജ്മെന്റിന് ഇതിനോട് ഒട്ടും താല്പര്യമില്ല. ജീവനക്കാർ വേണമെങ്കിൽ ഈ സ്ഥാപനം നടത്തിക്കോട്ടെ എന്നുള്ള തീർത്തും അനാഥമായ രൂപത്തിലേക്ക് ഈ സ്ഥാപനത്തെ മാറ്റിയിരിക്കുകയാണ്. ഈ സംരക്ഷണ സമിതിക്ക് CITUവിന്റെ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. തീർച്ചയായിട്ടും CITUവിന്റെ നേതൃത്വവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. CITUവിന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പില് എല്ലാവരുടെയും ശ്രദ്ധയിൽ സംഗതിയുള്ളതാണ്. നേരത്തെ തന്നെ ഞങ്ങളുടെ ഒരു സമരം ഉദ്ഘാടനം ചെയ്തത് CITUവിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ചെയർമാന്റെ തന്നെ ഒരു സംശയമാണ്, M. സുരേന്ദ്രൻ തന്നെ ഒരു ഫോക്കസ് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ CITUവിനെ INTUC ഒരു CITU എന്നുള്ള രീതിയിൽ അംഗീകരിക്കുന്നത് പോലും. ഇപ്പോ കഴിഞ്ഞ മാസം BSNL ഒരു സമരം കണ്ണൂരിൽ നടന്നു. ആ സമരം ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ M. സുരേന്ദ്രനാണ്. ആരൊക്കെയാണ് അധ്യക്ഷം വഹിച്ചത്? INTUC ജില്ലാ പ്രസിഡന്റ്. പിന്നെ ആ വാദഗതിക്കൊന്നും പൊതുപണിമുടക്ക് രണ്ടുപേരും നടത്തിയല്ലോ. അല്ല, ചില ഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. BSNL ഞങ്ങൾ ഒന്നിച്ചാണ്, CITU ഞങ്ങൾ സമരം നടത്തി. എല്ലായിടത്തും വൈവിധ്യവൽക്കരണത്തിലൂടെ മാത്രമേ ഒരു സ്ഥാപനം മുന്നോട്ടേക്ക് പോയുള്ളൂ. ഈ കറി പൗഡർ നിർമ്മാണ യൂണിറ്റിനെതിരെ നിങ്ങൾ ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ സ്ഥാപനം ഒരു ലാഭത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അവിടെ നിന്നും 1 കോടിയിലധികം രൂപ എടുത്ത് നിങ്ങൾക്ക് ശമ്പളം തന്ന സാഹചര്യം കൂടി ചെയർമാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനോടൊരു വിരോധം? എന്തുകൊണ്ടാണ്? ആ സ്ഥാപനവുമായി ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഞങ്ങൾ ഈ കണക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് മൂലധനം കൊണ്ടുപോയി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് കറി പൗഡർ യൂണിറ്റ്. 8 കോടി രൂപയോളം ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടുന്നല്ലേ അത് കൊണ്ടുപോയത്, ഇവിടുന്നല്ലേ അത് ഉണ്ടാക്കിയത്, ട്രേഡിംഗ് മേഖലയിൽ നിന്ന് പോയതല്ലേ. അപ്പൊ ട്രേഡിംഗ് മേഖലയിൽ അന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ട്രേഡിംഗ് വൈവിധ്യവൽക്കരണം നടത്തിയാൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് ലാഭമായാൽ എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടും. അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു. കറി പൗഡർ യൂണിറ്റ് നഷ്ടത്തിലാണ്. പക്ഷെ ആ സമയം 20 വർഷവും അവിടെയുള്ള ജീവനക്കാർക്ക്, ട്രേഡിംഗ് മേഖലയിലെ ജീവനക്കാർ വാങ്ങിയ അതേ ദിവസം തന്നെ ശമ്പളം ലഭിച്ചിട്ടുണ്ട്. അതേ സ്ഥാനത്ത് 2021 മുതൽ കറി പൗഡർ യൂണിറ്റ് ലാഭത്തിലായപ്പോൾ അവർക്ക് മാത്രം ശമ്പളം, ട്രേഡിംഗ് മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളമില്ല എന്നുള്ള വിചിത്രമായ കാര്യമാണ് നടക്കുന്നത്. എന്നിട്ട് പോലും ഒരു തരത്തിലും ട്രേഡിംഗ് മേഖലയിലുള്ള ജീവനക്കാർ കറി പൗഡറിനെതിരായിട്ടുള്ള യാതൊരു സമീപനവും നിലപാടും സ്വീകരിച്ചിട്ടില്ല. അത് ജീവനക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. ജീവനക്കാർ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന തെറ്റായ സമീപനങ്ങളാണ് ഇതിന്റെ കാരണം. വ്യക്തിപരമായ നിലപാടുകൾക്ക് പ്രസക്തി ഉണ്ടോന്ന് തോന്നുന്നില്ല. പിന്നെ മാനേജ്മെന്റ് ഇത് കാര്യങ്ങൾ
റിസോഴ്സാണ്. ആ ഹ്യൂമൻ റിസോഴ്സിനെ പിന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് എന്താണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് കണ്ടുകൊണ്ട് അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള യാതൊരു പിന്നെ ശ്രമവും മാനേജ്മെന്റ് നടത്തുന്നില്ല എന്നതാണ് ഞങ്ങളുടെ വിഷയം. സമരത്തില് ഇഡ്കോയുടെ CITU യൂണിയന്റെ പുറമെ ഏതെങ്കിലും CITUവിന്റെ നേതാക്കൾ പങ്കെടുക്കുന്നു? എല്ലാവരെയും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആരൊക്കെ പങ്കെടുക്കും എന്ന് പറയാൻ സാധിക്കില്ല. അത് എന്തുകൊണ്ടാണ്? അതിൽ എന്തെങ്കിലും വിലക്ക് ഉണ്ടോ? പാർട്ടിയുടെ ഒരു വിലക്കുണ്ടോ ഇങ്ങനെയുള്ള ഒരു സമരത്തിന് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ ഒരു? പാർട്ടിക്ക് അങ്ങനെ ഒരു വിലക്കുമില്ല. പാർട്ടിയുടെ നിലപാട് ഓരോ മേഖലയിലും ഓരോ തൊഴിൽ മേഖലയിലും അവിടുത്തെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെയുള്ള സമരങ്ങൾ അവരുടെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യണമെന്നും ആ രൂപത്തിലാണ് സംഘടന കെട്ടിപ്പടുക്കേണ്ടത് എന്നാണ് പാർട്ടിയുടെ നിലപാട്. തീരുമാനം നിർദ്ദേശം കൊടുത്ത് ഹെഡ് ഓഫീസിലുള്ള ഇപ്പൊ ചുമതലയുള്ള MD-യും പ്രധാനപ്പെട്ട സ്റ്റാഫിനൊക്കെ കണ്ണൂർ ജില്ലയിലേക്ക് മാറ്റിയിരിക്കുക. അതൊന്നും കണ്ണൂർ വരാൻ പാടില്ല, റെഡ് ടവറിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർക്ക് കണ്ണൂർ ജില്ലയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യിക്കാൻ അവിടെ ശരിക്കും ക്ലീനിങ് സ്റ്റാഫിനെ പോലും കണ്ണൂർ ജില്ലയിലേക്ക് മാറ്റിയിരിക്കുന്നു. എല്ലാം കുത്തഴിഞ്ഞ നിലയിലായി. ശരിയായ രൂപത്തിൽ നടക്കുന്നില്ല. അങ്ങനെ അത് മാറ്റാൻ കഴിയില്ല. സഹകരണ ചട്ടവും നിയമപ്രകാരം ഈ ഹെഡ് ഓഫീസ് രജിസ്ട്രേഡ് ഹെഡ് ഓഫീസ് മാറ്റണമെങ്കിൽ അത് ബൈലോ ഭേദഗതി വരുത്തണം. ബൈലോ ഭേദഗതി വരുത്തണമെങ്കിൽ ജനറൽ ബോഡിയിൽ വെക്കണം. ജനറൽ ബോഡിയിൽ വെച്ച് ഭൂരിപക്ഷം തീരുമാനിച്ച് പാസ്സാക്കിയതിന് ശേഷം ഇത് സർക്കുലർ രാജാണ്. വാക്കാൽ നിർദ്ദേശം എടുക്കുകയില്ലേ. മിനിമം ബോണസ് നൽകണം എന്നുള്ളത് നിയമമാണല്ലോ. സഹകരണ രജിസ്റ്റർ നിയമമാണോ? എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പകുതി ബോണസ് നൽകിയിരിക്കുന്നത്?